യുവനടിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് വൈകുന്നു. പോലീസിന്റെ അനാസ്ഥയാണ് ഇപ്പോൾ പ്രധാന ചർച്ച. സിദ്ദിഖിന്റെ അറസ്റ്റ് വൈകാൻ കാരണം എന്താണ്? ഒരു ഉന്നതന്റെ ഇടപെടൽ എന്നാണ് സൂചന. നടിയുടെ പരാതിയിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലായ സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഈ മാസം 24-നാണ് ഹർജി ഹൈക്കോടതി പരിഗണിച്ചത്. ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 23-ന് രാത്രിയാണ് സിദ്ദിഖ് വീട്ടിൽ നിന്നും പോയത്. ഹർജി തള്ളിയാൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമെന്ന് അഭിഭാഷകന്റെ സൂചന ലഭിച്ചതോടെയാണ് ഈ ഒളിവിൽ താമസം. ഇത് മനസ്സിലാക്കിയാണ് ഹർജി പരിഗണിക്കുന്നതിന് തലേന്ന് തന്നെ സിദ്ദിഖ് ഒളിവിൽ പോയത്. ഹർജി തള്ളിയാലുടൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ നേരത്തെ തന്നെ സിദ്ദിഖ് കരുക്കൾ നീക്കിയിരുന്നു. അതുവരെ ഒളിവിൽ താമസിക്കാനായിരുന്നു തീരുമാനം. ഇതിനായാണ് ഈ ഉന്നതന്റെ സഹായം സിദ്ദിഖ് തേടിയത്. ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി വിധി വരുന്നതുവരെ അറസ്റ്റ് ഒഴിവാക്കാൻ സിദ്ദിഖ് ഇദ്ദേഹത്തിന്റെ സഹായം തേടുകയായിരുന്നു. സർക്കാരിലും പോലീസിലും സ്വാധീനമുള്ള ഒരാളാണ് ഈ ഇടനിലക്കാരനെന്നാണ് വിവരം. സിദ്ദിഖിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇടനിലക്കാരൻ സർക്കാരിനെ സ്വാധീനിക്കുകയും അദ്ദേഹം ഒളിവിൽ പോകുന്നതുവരെ പോലീസിനെ തടയുകയും ചെയ്തു. ഇതാണ് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി തള്ളിയിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ ഒളിവിൽ പോകാൻ സഹായിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ കാര്യത്തിൽ പോലീസ് കാട്ടിയ ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. അറസ്റ്റ് തടയാൻ ദിലീപ് കോടതിയെ സമീപിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്ന് ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ സിദ്ദിഖിന്റെ കാര്യത്തിൽ തെളിവുകളെല്ലാം എതിരാണെന്നറിഞ്ഞിട്ടും പോലീസ് ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയതുമില്ല. അറസ്റ്റ് തടയാൻ സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിച്ചെന്ന വിവരം പോലീസ് അറിഞ്ഞിരുന്നു. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലുണ്ടായിരുന്നു. ജാമ്യം കിട്ടില്ലെന്ന് സർക്കാർ അഭിഭാഷകനും പോലീസിനോട് വിവരം നൽകിയിരുന്നു. എന്നാൽ ഉന്നതന്റെ ഇടപെടൽ ഉണ്ടായതോടെ സിദ്ദിഖിന് ഒളിവിൽ പോകാനുള്ള സമയം പോലീസ് നൽകി. എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ആക്കിയാണ് സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നത്. ജാമ്യ ഹർജി തള്ളിയതോടെ സിദ്ദിഖ് ഒളിവിൽ പോയെന്നാണ് പോലീസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയാണെന്ന് കണ്ടെത്താനായില്ലെന്നും പോലീസ് പറയുന്നു. കേരളത്തിൽ പ്രമാദമായ പല കേസുകളിലും പ്രതികളെ നിമിഷ നേരം കൊണ്ട് പിടികൂടിയ കേരള പോലീസിന് സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നുവെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. കൊലപാതക കേസുകളിലും മോഷണ കേസുകളിലും പ്രതികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ചരിത്രമാണ് കേരള പോലീസിനുള്ളത്. യാതൊരു തെളിവുകളും ഇല്ലാത്ത കേസുകളിൽ പോലും പോലീസ് പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. കുറ്റാന്വേഷണ വിഭാഗത്തിൽ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്താണ് കേരള പോലീസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുമുണ്ട്. എന്നാൽ സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചുവെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. തുമ്പൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെയും മറ്റു സഹായത്തോടെയും കേരള പോലീസ് പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഉന്നതന്റെ ഇടപെടൽ വന്നതോടെ അതൊന്നും വേണ്ടെന്ന് വെക്കുകയായിരുന്നു കേരള പോലീസ്. മുൻകൂർ ജാമ്യം തള്ളുന്നതുവരെ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന സിദ്ദിഖ് അന്ന് മുഴുവൻ കേരളത്തിലുണ്ടായിരുന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അന്ന് സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ആ ഫോൺ വീണ്ടും ഓണായി. സിദ്ദിഖിന്റെ ലൊക്കേഷൻ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പോലീസിന് അവസരമുണ്ടായിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഇപ്പോഴത്തെ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യത്തിന് പോലും തുനിയാതിരിക്കുന്നത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി വിധി പ്രതികൂലമായാൽ മാത്രം അറസ്റ്റ് മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നാണ്. ബുധനാഴ്ച സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത് പോലീസ് നിർദ്ദേശം അനുസരിച്ചാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഈ മാസം 30-ന് പരിഗണിച്ചേക്കും. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകയായ രഞ്ജിത റോഹത്ഗി സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പരാതിക്കാരിക്കും കേരള സർക്കാരിനും പുറമെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ മറ്റൊരു തടസ്സ ഹർജിയും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകിയ അജീഷ് കളത്തിലാണ് ഹർജിക്കാരൻ. ബലാത്സംഗ കേസിലെ പ്രതിയായ സിദ്ദിഖിനെ നിരീക്ഷിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്ന് സോഷ്യൽ മീഡിയയിലടക്കം വിമർശനമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റിന് തടസ്സമില്ലാതിരുന്നിട്ടും നടപടിയെടുക്കാത്തതിന് അന്വേഷണ സംഘം മറുപടി പറയേണ്ടി വരും. ഈ മാസം 2-നാണ് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി നടൻ സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹർജി പരിഗണിച്ച ഒരു ഘട്ടത്തിലും
സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നില്ല. പരാതിക്കാരിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചതുമാണ്. നിയമപരമായ തടസ്സം ഒന്നും ഇല്ലാതിരുന്നിട്ടും പ്രതിയായ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നടപടിയും അന്വേഷണ സംഘം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതേസമയം സിദ്ദിഖിനെ പിടികൂടാതെ ഒളിവിൽ പോകാൻ സമയം അനുവദിച്ചത് സംബന്ധിച്ച് പോലീസുകാർക്കിടയിലും ചർച്ച നടക്കുന്നുണ്ട്. ട്രോളുകളെ പോലെയാണ് അവർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. പാവപ്പെട്ട സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ പോകാനുള്ള സമയമെങ്കിലും കൊടുക്കേണ്ടേ എന്നൊക്കെയാണ് പോലീസുകാർക്കിടയിലെ ചോദ്യം.